അടുത്ത വൈറൽ വീഡിയോ സെഗ്മെന്റ് ആണ്. വരുന്നത് ആരാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. കലയിൽ ജീവിതമർപ്പിച്ച് കലയാണ് ജീവിതമെന്നുറപ്പിച്ച് കടൽ കടന്നൊരു കുടുംബം. 12 വർഷമായി ദുബായിൽ താമസിക്കുന്ന കണ്ണൂർ കുഞ്ഞിമംഗലം സ്വദേശിയായ പ്രമോദും കുടുംബവും കലയെ അളവറ്റ് സ്നേഹിക്കുന്നവരാണ്. കുട്ടിക്കാലം മുതൽ കലാഭിരുചിയുണ്ടായിരുന്ന പ്രമോദ് സ്കൂൾ കോളേജ് വേദികളിൽ നിറസാന്നിധ്യമായിരുന്നു. പിന്നീട് ജീവിതസഖിയായി ലഭിച്ചത് കവിതയോടും എഴുത്തിനോടുമൊക്കെ അഭിരുചിയുള്ള ദീപയെയും. അച്ഛന്റെയും അമ്മയുടെയും കലാപാരമ്പര്യം ആവോളം ലഭിച്ച കുട്ടികളാണ് അമൽ പ്രമോദും ആദിയ പ്രമോദും. ദുബായിൽ വിദ്യാർത്ഥികളായ ഇവർ അവിടുത്തെ കലാവേദികളിൽ സജീവമാണ്. സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള അമലും ആദിയയും കലാരംഗത്തിന് ഒരു മുതൽക്കൂട്ടാകുമെന്ന് ഉറപ്പ്. കലാദേവത കനിഞ്ഞനുഗ്രഹിച്ച ഈ കലാകുടുംബത്തിന് കലയുടെ തട്ടകമായ കോമഡി ഉത്സവത്തിന്റെ സ്നേഹസ്വാഗതം. പ്രമോദ് കുഞ്ഞിമംഗലം ആൻഡ് ഫാമിലി. ദുബായിൽ അടുത്തറിയാവുന്ന കുടുംബവും കൂടിയാണ്. കാരണം ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് നമ്മൾ. അങ്ങനെ നമ്മുടെ ഹിറ്റ്ജെറ്റ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് എല്ലാ വർഷവും വന്ന്. അപ്പൊ അതിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണ് 2 പേരും. അപ്പോൾ 4 പേരും പാട്ടുകാരാണ്. ഒരു കുടുംബം മൊത്തം ഒരേ യൂണിഫോം ഒക്കെ ഇട്ടെന്ന് പാടുന്നത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. തുടങ്ങല്ലേ പാട്ട്. ശങ്കരാ നാദ ശരീരാ പരാ വേദവിഹാരാ ഹരാ ജീവേശ്വരാ ശങ്കരാ നാദ ശരീരാ പരാ വേദവിഹാരാ ഹരാ ജീവേശ്വരാ ശങ്കരാ ഒരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഋതുദേവതയായി നൃത്തം വെച്ചു, മുനികന്യകയായി പൂജിച്ചു, ഹിമഗിരി പുത്രിയെ തപസ്സിരുന്നു, അവൾ സ്വയംവര പന്തലിൽ ഒരുങ്ങി നിന്നു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ചെമ്പരത്തിപ്പൂവേ ചൊല്ലേ ദേവനെ നീ കണ്ടോ, ചെമ്പരത്തിപ്പൂവേ ചൊല്ലേ ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥഘോഷം, ചെമ്പരത്തിപ്പൂവേ ചൊല്ലേ ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥഘോഷം, ചെമ്പരത്തിപ്പൂവേ ചൊല്ലേ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ.
ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ മലർമഞ്ചൽ തോളിലേറ്റി പോവുകില്ലേ ഓ సరి గ సరి ని గరి గరి సరి సని రి సని ద ప గ మ ప ద ని సా ప ధ మ ప సని గరి గ సని సా ధ బ ని ద స రి ని ధ గరి స స ని సా మ గరి సరి గ రి గ మ గరి ని ద ని గరి ద ని ద ద ని ద ప మ ప ని ద ప మ గ ma ma pa pa da da ni ni sa sa ri ri ga ga ma ri ga ga ri ri sa sa ni sa ri sa da da sa ni sa ga ri ri sa ni da ga ri sa ni da pa ma pa pa ni sa da pa ma ga 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 ma ni ni da pa ma pa da ni sa ri ga sa ri sa ni ga ri sa ni sa ri sa ni da ni sa ni da pa da ga ri sa ga ri sa ni da ri sa ni ri sa ni da pa sa ni da sa ni da pa ma ga ma pa da ni da pa da ni sa ni ga ma pa da pa da ni ma pa da ni sa pa da ni sa ri ga ri sa ni sa ri sa ni da ni sa ni da pa da ni sa ri ni sa ri ga ri sa ni da pa ga ma pa da ni സംഗീതമേ അമര സല്ലാപമേ സംഗീതമേ അമര സല്ലാപമേ ആഹാ സൂപ്പർ രഞ്ജന എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൽ ഏറ്റവും കലാദേവി അനുഗ്രഹിച്ചിട്ടുള്ള ചെറുതിനാണ്. നിങ്ങൾ ഓരോരുത്തർ പാടുമ്പോഴും ടൈമിങ്ങില് കറക്റ്റായിട്ട് അത് ആസ്വദിച്ച്, കാരണം സ്വന്തം പാട്ട് മാത്രമല്ല മറ്റുള്ളവരുടെ പാട്ട് ആസ്വദിക്കുകയും സ്വന്തം പാട്ട് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. ബാക്കി എല്ലാവരുടെയും മുഖത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷനോ ഇവിടെ അങ്ങനെയല്ല, ഇത് ശരിക്കും മാഞ്ഞിട്ടേ ഇല്ല കേട്ടാ. സ്റ്റേജിന് പറ്റിയ, അതായത് ക്യാമറക്ക് പറ്റിയ ഒരു കൊച്ചു തന്നെ. ആരോ പഠിപ്പിച്ചു തന്ന പോലെയാണ് മോള് പെർഫോം ചെയ്യും. പക്ഷെ ആരും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അല്ലെങ്കിൽ ഇവര് നന്നായിട്ട് പെർഫോം ചെയ്തേനെ. ഇവരുടെ മുഖത്തൊക്കെ പേടിയുണ്ട്. ഇത് മോക്ക് തന്നെ കിട്ടിയിരിക്കുന്ന ഒരു കഴിവാത്. ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മോള് പേര് പറഞ്ഞോടേ. ആദ്യ ശരിക്ക് ആദ്യത്തെ കൊച്ചിനാണ് ആദ്യം ഇടുന്നത്, രണ്ടാമത്തെ. അപ്പൊ അടിച്ചു പൊളിക്കുക. ഇനി നിങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാംസ് ചെയ്യുക. അത് നമുക്ക് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. നിരഞ്ജ് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. അത് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ അവർ തമ്മിലൊരു ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. ഡിന്നറിന് അല്ലെങ്കിൽ കഴിക്കാനിരിക്കുന്നതല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് നിരഞ്ജന്റെ അതെ എൻ്റെ അപ്പം ഇങ്ങനെ 4 പേരും കൂടെ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു സംഭവം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര വളരെ വലിയ കാര്യമാണ്. അത് മാത്രമല്ല, ടിനിച്ചേട്ടൻ പറഞ്ഞ പോലെ മോളുടെ ഫേസിൽ ഒരു പേടിയും ഇല്ല. ഐ തിങ്ക് ഷീ ഈസ് മെയ്ഡ് ഫോർ ദ സ്റ്റേജ്. ഭയങ്കര കാം, ഭയങ്കര ആളുടെ മുഖത്ത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പാടുമ്പോൾ. ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോൻ വളരെ നന്നായിട്ട് പാടി. അവസാനത്തെ പാട്ട് എസ്പെഷ്യലി നന്നായിട്ട് നമ്മളിങ്ങനെ എങ്ങനെ നോക്കുമായിരുന്നു, എല്ലാം ഫുൾ കറക്റ്റ്. പക്ഷെ നന്നായിട്ട് തന്നെ ചെയ്തു. എല്ലാവരും നന്നായിട്ട് തന്നെ പാടി. അപ്പോൾ 2 മക്കളും വളരെ ടാലന്റഡ് ആണ്. അവർ ഇനിയും വളരട്ടെ. ആദ്യം നമ്മൾ കൈഡി കൊടുക്കേണ്ടത് ആ മോടെ പാട്ടിന്റെ സെലക്ഷനാണ്. ഉഗ്ര സെലക്ഷനാണ് കേട്ടോ. അത് പാടാൻ മോളെ തെരഞ്ഞെടുത്ത പാട്ട് ഗംഭീരമായിരുന്നു. മോന്റെ ക്ലാസിക്കൽ ഗംഭീരമായിരുന്നു. അതുപോലെ ചേട്ടൻ വളരെ ഗംഭീരമായിട്ട് പാടി. എല്ലാവരും അപ്പൊ ഇത് കീപ്പ് ചെയ്യുക. ഇതൊരു സമൂഹത്തിന് മെസ്സേജ് നിലനിൽക്കട്ടെ. നിങ്ങളുടെ പാട്ട് അടുത്തൊരു വൈറലായി തീരട്ടെ. ഓക്കെ, മാനസ എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? നോർമലി നമ്മുടെ യങ്ങർ സിബ്ലിംഗ് അങ്ങനെയൊക്കെ പറ്റില്ലല്ലോ. അത് ഒരു ഫാമിലി ഒരേ ഒരേ സെയിം കളർ കോഡിൽ വന്ന് നിന്ന് പാടുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം, എന്തോ ഒരു ഭയങ്കര ഹാപ്പിനെസ്. ഇയാൾ എന്ത് എഫേർട്ട്ലെസ്ലിയാണ് പാടുന്നത്, അതും ഭയങ്കര എൻജോയ് ചെയ്ത് ഫുൾ കോൺഫിഡൻസ് ആയിട്ട്. ലോങ് വേ ടു ഗോ. അടിപൊളിയായിരുന്നു. താങ്ക് യു. അപ്പോ ഗംഭീര കേട്ടോ എല്ലാവരും കേട്ടോ. ആദ്യ സൂപ്പറായി കേട്ടാ. നമുക്കിനി അവിടെ കാണാം. ഓക്കെ ശരി. ഓക്കെ.